മനുഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഉപദ്രവം. ആര്? ദൈവം. ദൈവം പ്രപഞ്ചത്തിൽ പല മൂലക്കും പോയി ഒളിച്ചു. അവിടെ എല്ലാം ഇവൻ അന്വേഷിച്ചെത്തി. അവസാനം ദൈവത്തിന്റെ സഹോദരായ ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു സൂത്രം, മനുഷ്യൻ ഒരിക്കലും അന്വേഷിക്കാത്തൊരിടമുണ്ട്, അവിടെ പോയി ഒളിക്ക്, എന്നാ പിന്നെ നിങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല. അതെവിടെയാ? ഓന്റെ ഹൃദയത്തിൽ പോയി ഒളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ പോയി. ഇവിടെ ദൈവവും വെച്ചിട്ട് പരക്കെ ഓടുകയാ. നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇതല്ലേ ലൈക്ക് അടിക്കുന്ന വിരൽ, ഇതല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ്, ബാക്കി 4 മെമ്പർമാരാ. ഈ വിരല് തൊഴുമ്പോ ആ വിരലല്ലേ പ്രധാനം? അങ്ങോട്ട് ഇങ്ങനെയാണോ തൊഴുന്നത്? ഇങ്ങോട്ടാ? ഇവിടെയല്ലേ? ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട്. അതാ തൊഴുതാ ഇങ്ങനെയില്ലേ, മേലേക്കാവിലും താഴേക്കാവിലും. ഇവിടെയാണ് ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മകൾ കുടിയേറും ക്ഷേത്രം, ഉദയം പോലൊളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ഇവിടെ ഉത്സവം നടത്തണം ഈ ഹൃദയത്തിൽ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ടിവിടെ, സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ, ചിന്തകൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ, മുറജപമില്ലാത്ത നടപ്പന്തലില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, മാനവ ഹൃദയം ദേവാലയം. ഈ ബോധ്യം കുട്ടികളെ പഠിപ്പിക്കേ, ഈ ദേവാലയം തുറക്കാൻ പഠിപ്പിക്കേ. അവിടെയാണ് തിരുഹൃദയം, അവിടെയാണ് ഹനുമാൻ രാമനെ കാട്ടിക്കൊടുത്തത്. രാമ രാമ എന്ന് ജപിക്കുന്നത് രാമന്റെ കൊട്ടാരം അമ്പലം വലുതാവാനല്ല. രാമ രാമ എന്ന് ജപിക്കുന്നത് രാശബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീദ്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ എന്ന് വായ പൂട്ടുന്നു. രാമ രാമ മന്ത്രത്തിന്റെ അർത്ഥം ഇത് ശുദ്ധീകരിക്കല. മനസ്സിലായോ? ഒന്നും അറിയില്ല. ഈ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പോകുന്നവർക്ക് അന്തരാർത്ഥം അറിയാതെ പുറത്തുള്ള കെട്ടുകാഴ്ചകൾ മാത്രം നോക്കുക. ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ? ഹരിവരാസനത്തിന്റെ അർത്ഥം അറിയുന്ന ആരും കൊണ്ട് ഇവിടെ ഒന്ന് കൈപൊക്കിയ. എന്താ ഈ ഹരിവരാസനം? ഒരാൾക്കും അറിയില്ല. അതാ പറഞ്ഞേ, നമ്മുടെ കുട്ടികളെ ദൈവവിശ്വാസികളാകുമ്പോൾ ദൈവവിശ്വാസത്തിന്റെ മൂല്യം പഠിപ്പിക്കുക. ആ മൂല്യത്തിലെത്തിയ പിന്നെ എല്ലാ മതത്തോടും എല്ലാ മനുഷ്യരോടും ഇഷ്ട വരിക. ഇർഹമും മൻഫിസ് സർലി ജമീ അൻ ഇർഹമുക്കും മൻഫിസ് തുവാ. അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിന്റെ കരുണക്ക് പാത്രമാകൂ എന്നാണ് ഹദീസിൽ പറഞ്ഞേ. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മറ്റുള്ള അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. അതുകൊണ്ട് കൊടുത്തതിന്റെ ബാക്കി തിന്നുന്നവനാണ് എല്ലാ പാപവും ഇല്ലാതാക്കുന്നത് എന്ന ഭഗവത്ഗീത. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞതിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിന്നെ പോലെ എന്നാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ അമ്പലത്തിൽ പോയിട്ട് പരീക്ഷേന്റെ റിസൾട്ട് വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം അവിടെ പോയിട്ടൊരു ചന്ദനത്തിരി കത്തിച്ചോ, അവിടെ പോയിട്ടൊരു പ്രസാദം കഴിപ്പിച്ചോ. അപ്പൊ ഇവൻ വിചാരിക്കും ഞാൻ പ്രസാദം കഴിപ്പിച്ചാൽ ദൈവം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ടാബുലേഷൻ ഷീറ്റെല്ലാം ആയിട്ടുണ്ട്, അവിടെ പോയി ഇടപെട്ടിട്ട് A+ ആക്കി തരുന്ന ആളാ ദൈവം എന്നല്ലേ ഇവൻ വിചാരിച്ച അല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു ശരി, റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ ഇയാൾ പോയിട്ട് ശരിയാക്കുമോ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില സൂത്രപ്പണികൾ ചെയ്യുന്ന ആളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, എല്ലാറ്റിനോടും പൊരുത്തപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം നല്ലതല്ല. ഇനിയുള്ള കാലം നമ്മുടെ ഭാരതത്തിൽ എന്തൊക്കെയായി ഇനി സംഭവിക്കാൻ പോകുന്നു ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയും അകന്നു പോകുന്നു മനുഷ്യർ. അവിടെ നമ്മുടെ മക്കൾ ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലാപത്തിന്റെയും ഇരയോ
പ്രതിയോ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഡൈവേഴ്സിറ്റി കോഷ്യന്റ്. ഇനി സോഷ്യോ കോഷ്യന്റ്, സാമൂഹ്യ ബന്ധം ഉണ്ടാവണം. എല്ലാം എൻ്റെ വീട്, എൻ്റെ റോഡ്, മതി. അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ശബ്ദം തന്നത് ഈ സമൂഹമാണ്. ഈ സമൂഹം തന്നതാണ് നമുക്കെല്ലാം. ആ സമൂഹത്തിലേക്ക് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി അത്തരത്തിലുള്ള കൂട്ടായ്മ, സാമൂഹ്യ ബന്ധം വേണം. ഇനി അവസാനത്തെ ക്വഷ്യന്റ് എക്കോ കോഷ്യന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ മീട്ടുകൊട്ടയിട്ട? മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. മാസ്കിന്റെ എൻ്റെ നാട്ടിൽ പറയുന്ന മലയാളം വാക്കാ മീട്ടുകൊട്ട. മീട്ടുകൊട്ട. മാസ്ക് ഇടേണ്ടി വന്നത് കോവിഡ് വന്നിട്ടാണ്. കോവിഡ് വന്നത് കൊറോണ എന്ന് പറയുന്ന വൈറസ് പുതിയതല്ല, പണ്ടേ ഉണ്ട്. അത് ജനിതക മാറ്റം വന്നതുകൊണ്ടാണ് കോവിഡ് ആയത്. ജനിതക മാറ്റം വന്നത് എന്തുകൊണ്ടാ? ആവാസ വ്യവസ്ഥയിൽ സർഗലയ താളങ്ങൾ തെറ്റിയപ്പോ. ONV കുറുപ്പ് 50 കൊല്ലം മുമ്പ് എഴുതി വെച്ചു, ഭൂമിക്കൊരു ചരമഗീതത്തിൽ, സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. സർഗത്തിന്റെ ലയതാളം തെറ്റിയപ്പോ ജീവരഥ ചക്രം ചാലിലുറയും. നാം മനസ്സിലായോ? ജീവരഥ ചക്രം ചാലിലുറയുന്ന എന്താന്ന് മനസ്സിലായോ? ലോക്ക്ഡൌണ്. എല്ലാം ഉറഞ്ഞു നിന്നുപോയില്ലേ? 50 കൊല്ലം മുമ്പ് ഇയാൾ എഴുതി വെച്ചു. ആവാസ വ്യവസ്ഥ തകർന്നു. ആവാസ വ്യവസ്ഥ തകരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആഗോളതാപനം. ആഗോളതാപനത്തിന് കാരണം ഹരിതഗൃഹവാതകങ്ങൾ അമിതമായിട്ട് അന്തരീക്ഷത്തിൽ വിട്ടതാണ്. ആര്? നമ്മളല്ലേ. അപ്പൊ ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് ആർക്ക് വേണ്ടിയാ? നമുക്കും നമ്മുടെ അനന്തര തലമുറക്കും വേണ്ടിയാ. ഒരു പ്ലാസ്റ്റിക് കുപ്പി റോഡിൽ വലിച്ചെറിയുമ്പോ അപ്പ പിടിക്കണം ചെവി. ആ പ്ലാസ്റ്റിക് കുപ്പി ആ മണ്ണിൽ, പ്ലാസ്റ്റിക് മരിക്കില്ല, പക്ഷെ പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും എന്നവനെ പഠിപ്പിക്കണ്ടേ? പ്ലാസ്റ്റിക് ഒരിക്കലും മരിക്കില്ല, പ്ലാസ്റ്റിക് കൊണ്ട് മണ്ണ് മരിക്കും. അത് തോട്ടിലെറിയുമ്പോ ആ വെള്ളം ഒഴുകി കടലിൽ പോയിട്ട് ആ കടലിൽ നിന്ന് പകുതി മാത്രല്ലേ വെള്ളത്തിൽ മുങ്ങൂ, ബാക്കി സൂര്യന്റെ പ്രകാശം കൊണ്ട് ചൂടായിട്ട് പൊടിഞ്ഞിട്ട് കടലിൽ അടിയുകയും ആ കടലിലുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ പോവുകയും അത് നമ്മുടെ വീട്ടിലെത്തുകയും നമുക്ക് തന്നെ ക്യാൻസറായി മാറുകയും ചെയ്യും എന്ന് അവനെ പഠിപ്പിക്കണം. എക്കോ കോഷ്യന്റ് വേണം. അപ്പൊ 7 കോഷ്യന്റ്: IQ ഇന്റലിജൻസ് കോഷ്യന്റ്, EQ ഇമോഷണൽ കോഷ്യന്റ്, PQ പാഷണൽ കോഷ്യന്റ്, SQ സ്പിരിച്വൽ കോഷ്യന്റ്, DQ ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, SQ സോഷ്യോ കോഷ്യന്റ്, EQ എക്കോ കോഷ്യന്റ്. ഈ 7 കോഷ്യന്റുകൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ മാഷന്മാർക്ക് മാത്രം കഴിയില്ല. കാരണം അവരെ മുമ്പിൽ 6 മണിക്കൂറാ കുട്ടി കിട്ടുന്ന, ബാക്കി 18 മണിക്കൂറും കുട്ടി നിങ്ങളുടെ വീട്ടിലാണ്. അവിടുന്ന് നിങ്ങളുടെ വാക്ക്, നോക്ക്, നടപ്പ്, എടുപ്പ്, ശബ്ദം, അതൊക്കെ പ്രധാന. കുട്ടി നിങ്ങളുടെ ശബ്ദത്തെ നാദമാക്കൂ. നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യമുണ്ടാകും. നിങ്ങൾ രാവിലെ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാ? സ്കൂൾ വണ്ടി വരേണ്ട സമയമായിട്ടും ചെക്കൻ എഴുന്നേറ്റിട്ടില്ല, അടുപ്പത്ത് കറിയൊന്നും ആയിട്ടില്ല, ആകെ ടെൻഷൻ അടിക്കുമ്പോ ചെക്കൻ എഴുന്നേറ്റില്ല. രാവിലെ തന്നെ രാക്ഷസീയമായ ശബ്ദമാ. ഈ ശബ്ദം കേട്ട് അവൻ അന്ന് രാക്ഷസനെയാവൂ. കുട്ടികളെ ഉണർത്താൻ 10ാം ക്ലാസ് വരെ കുട്ടികളെ ഉണർത്താൻ അടുത്തു പോയിരുന്നിട്ട് അവന്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്ന് മാടി ഒതുക്കിയിട്ട് അവനെ ഒന്ന് ശരീരത്തിൽ കൈവെക്ക്. എന്നിട്ട് മോനെ, ഒരു ലൈവിലെ ആ വിളിക്കണം. ഡാ എന്നും അല്ല, മോനെ, മോളെ, മെല്ലെ വിളിച്ചുണർത്ത്. പ്രഭാതത്തെ കാട്ടിക്കൊടുക്ക്. രാവിലെ തന്നെ കോലാഹല വീടാകരുത്, സമാധാന വീടാക്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ കാം ആൻഡ് ക്വയറ്റാക്കി വളർത്തിയെടുക്ക്. അവര് നിങ്ങൾ മനസ്സിലാക്കണം, അവർ നിങ്ങളുടെ അടിമകളല്ല. ഓരോ കുട്ടിയും ഒരു വ്യക്തിത്വത്തിന്റെ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചോളണമെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും, പക്ഷെ എപ്പോഴും അടിമയാക്കരുത്. ഞാൻ ചില രക്ഷിതാക്കളുടെ വീട്ടിൽ നിന്നുള്ള കുട്ടികളോടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ കുട്ടികൾ പോയിട്ട് വീണ്ടും ഈ വീട്ടിൽ തിരിച്ചു വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? വേറെ പോവാൻ സ്ഥലമില്ല എന്നിട്ടാ. ജീവിതത്തിൽ ഏറ്റവും രസകരമായ പ്രായത്തിലാണ് അവർ, ഓടി കളിച്ച് നടക്കേണ്ട പ്രായത്തിലാണ്. ഈ ക്ലാസ് റൂമിന്റെ ചുമരുകൾക്കുള്ളിൽ അവർ 6 മണിക്കൂർ ഇരുന്ന് തരുന്നില്ലേ? അവര് പരീക്ഷ എഴുതി തരുന്നില്ലേ?
എന്നിട്ടും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് അവരുടെ ബാല്യത്തിന്റെ ആസ്വാദ്യത കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. അവർക്ക് ആ സമയത്ത് ആ കുട്ടിക്കാലം കൊടുക്ക്, ആ കുട്ടിക്കാലം അവർക്ക് കൊടുക്ക്, ആസ്വദിക്കാൻ കൊടുക്ക്. അല്ലാതെ ഇങ്ങനെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ ഞെരിഞ്ഞ് അമരുന്നതാവരുത്. ഞാനിപ്പോ ചിന്തിക്കാറുണ്ട്, ഇപ്പോ